ഹലോ നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് നോബോൾ എറിയാത്ത ടെസ്റ്റിൽ നോബോൾ എറിയാത്ത ഒരു ക്രിക്കറ്റർ ആരാണെന്നുള്ളത്. ആക്ച്വലി അതൊരു വലിയൊരു ചോദ്യമൊന്നുമല്ല. കാരണം അതിന് വ്യക്തമായ ഒരു തെളിവുകളോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതൊരു റെക്കോർഡായിട്ടൊന്നും നമ്മൾ കണക്കാക്കാറില്ല. കാരണം ഒഫീഷ്യലായിട്ട് ICCയുടെ രേഖകളിലൊന്നും അതിനെപ്പറ്റി കാണാറില്ല. അതായത് 1983 ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നോബോൾ എറിയുന്നത് ബൗളറുടെ അക്കൗണ്ടിൽ കണക്കാക്കാൻ തുടങ്ങിയത്. അതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോബോളിൽ നിന്ന് വരുന്ന റണ്ണ് അതായത് ബാറ്റിംഗ് ടീമിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബൗളറുടെ ഇതിൽ അക്കൗണ്ടിൽ ഒരു എക്സ്ട്രാ റണ്ണായിട്ട് കണക്കാക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1983 മുമ്പുള്ള ആളുകൾ നോബോൾ എറിഞ്ഞാലും അധികം ശ്രദ്ധിച്ചിരുന്നില്ല. എങ്കിൽ പോലും ചില ഫാക്റ്റുകൾ ഞാൻ പറയാം. അതിൽ ഏറ്റവും അധികം വന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻസ് ഗിബ്സിനെ പറ്റിയിട്ടാണ്. പിന്നെ ക്ലാരി ഗ്രിമ്മറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1930 ആ ഒരു സമയത്ത് കളിച്ചിരുന്ന പ്ലെയറെ പറ്റിയിട്ടാണ്. ഗ്രിമ്മറ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ള രേഖകളൊന്നും നിലവിലില്ല. എങ്കിൽ പോലും എറിഞ്ഞിട്ടുണ്ടെന്നാണ്, നോബോൾ എറിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ എവിടെയോ കണ്ടത് ഓൺലൈനിൽ. ലാൻസ് ഗിബ്സ് സ്പിന്നറായിരുന്നു. അദ്ദേഹം ഒരു 1975 ലാഹോർ ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ നോബോൾ എറിഞ്ഞതായിട്ട് രേഖകൾ പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം ആളുകൾ കമന്റ് ചെയ്തത് കപിലിനെ പറ്റിയിട്ടാണ്. ഇതിൽ തന്നെ ഒരുപാട് പേര് കപിൽ, ബോത്തം, ഇമ്രാൻ, ലില്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില വെബ്സൈറ്റുകളിൽ അതെല്ലാം ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ ശ്രദ്ധിക്കും. First ball coming up in the first test. That's a no ball. The first run of the morning. ഇത് കണ്ടോ, ഈ വീഡിയോ കണ്ടോ? ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസലാബാദിൽ 1978 കപിലിന്റെ അരങ്ങേറ്റ ടെസ്റ്റിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓവറാണ്. ആദ്യത്തെ ഓവറിലെ രണ്ടാമത്തെ പന്ത് തന്നെ, ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ രണ്ടാമത്തെ പന്ത് തന്നെ കപിൽ ദേവ് നോബോൾ എറിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല 2 വർഷം മുമ്പ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വയനാട് വെച്ചിട്ട് കപിൽ ദേവുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോയിരുന്നു. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സർ ഡിഡ് യു എവർ ബോൾ നോബോൾ ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചോദിച്ചു. അപ്പോൾ കപിൽ യെസ് ഓഫ് കോഴ്സ് ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം ഒരുപാട് നോബോളുകൾ എറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും അക്കാലത്തെ രേഖകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രവുമല്ല, അടുത്ത് പറയുന്നത് ഇമ്രാൻഖാനെ പറ്റിയിട്ടാണ്. ഇമ്രാൻഖാൻ ഈ പറഞ്ഞ പോലെ 1975 ആ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം നോബോൾ എറിയുന്നത് 1989 ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനത്തിൽ നോബോൾ ടെസ്റ്റിൽ എറിയുന്നത് ഞാൻ നേരിട്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്നതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ വന്നൊരു ഓർമ്മയാണ്. പിന്നെ എൻ ബോത്തിനെ പറ്റിയാണ് പറയുന്നത്. ബോധം 1985 ആഷസ് സീരീസിൽ അദ്ദേഹത്തെ ഫ്രണ്ട് ഫുട്ട് നോബോളിന് കോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് 2 പേരെ പറ്റിയിട്ട് പറയുന്നത്, ഒരുപാട് കമന്റുകൾ വന്നത് വസീം അക്രത്തെ പറ്റിയാണ്. വസീം അക്രം 1995 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ 21 നോബോള് ആ ഒരു മാച്ചിൽ മാത്രം എറിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് കേട്ട്ലി ആംബ്രോസിനെ പറ്റിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. കേട്ട്ലി ആംബ്രോസിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ 1997 പെർത്തിലെ വാക്ക ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ അടുപ്പിച്ച് 2 ഓവറുകളിൽ അദ്ദേഹം 15 നോബോൾ എറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഓവറിൽ 9, മറ്റേ ഓവറിൽ 6 നോബോളുകൾ എറിഞ്ഞു. ഇതൊക്കെയാണ് നോബോൾ എറിയാത്തവരെന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ചില മീഡിയകൾ നമ്മളോട് പറയുന്ന ഫേക്ക് ഇൻഫർമേഷന്റെ കഥകൾ. അതൊരു വലിയ, നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നു, അതൊരു വലിയ റെക്കോർഡോ അല്ലെങ്കിൽ അതിന് ആധികാരികമായ മറ്റു തെളിവുകളൊന്നുമില്ല. പക്ഷെ ചില തെളിവുകൾ അതിന് നിലനിൽക്കുന്നുണ്ട്. ഇനി നോബോൾ എറിയാത്ത 2 പേരെ കുറിച്ച് പറയാം. അതിൽ ഒരാള് നഥാൻ ലിയോൺ ആണ്. ഓസ്ട്രേലിയൻ സ്പിന്നർ നഥാൻ ലിയോൺ ആണ്. അദ്ദേഹം 34,800-ലേറെ പന്തുകൾ എറിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നോബോൾ ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ആള് പാകിസ്ഥാന്റെ സയ്യിദ് അജ്മലാണ്. റിട്ടയർ ചെയ്തു. ഏകദേശം 12,000-നടുത്ത് ബോളുകൾ എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നോബോളില്ല എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണുള്ളത്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഒന്നുകൂടി പറയുന്നു, ഇത് 83 മുമ്പുള്ള നമുക്ക് ലഭ്യമായ കണക്കുകളില്ല. പിന്നെ രവിചന്ദ്രൻ അശ്വിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അശ്വിൻ ഒരു നോബോൾ എറിഞ്ഞിട്ടുണ്ട് 2021 ചെപ്പോക്കിൽ ഇംഗ്ലണ്ടിനെതിരെ.
അപ്പോൾ ഇതുപോലെ രസകരമായ ഇൻഫർമേഷൻസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.